ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. പട്ടാമ്പിയിൽ ഭാരതപ്പുഴയിലേക്ക് സ്വകാര്യ കെട്ടിടത്തിൽ നിന്ന് മാലിന്യം ഒഴുകുന്നു. പട്ടാമ്പി ബസ് സ്റ്റാൻഡിന് സമീപത്തെ സ്വകാര്യ ക്ലിനിക്ക് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ നിന്നാണ് അസഹ്യമായ ദുർഗന്ധത്തോടെ മലിനജലം ഭാരതപ്പുഴയിലേക്ക് ഒഴുകുന്നത്. നിരവധി തവണ പരാതി പറഞ്ഞിട്ടും നടപടി ഉണ്ടാവുന്നില്ലെന്നാണ് ആരോപണം. പട്ടാമ്പി പള്ളിപ്പുറം പാതയിൽ ബസ് സ്റ്റാൻഡിന് സമീപത്തെ സ്വകാര്യ ക്ലിനിക്ക് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ നിന്നുമാണ് മലിനജലം പുറത്തേക്ക് ഒഴുകുന്നത്. കെട്ടിടത്തിന് പുറകിൽ വാഹനങ്ങളും ഓട്ടോറിക്ഷകളും പാർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് മലിനജലം കെട്ടിക്കിടക്കുന്നത്. മലിനജലത്തിൽ നിന്നും അസഹ്യമായ ദുർഗന്ധം വമിക്കുന്നതിനാലും വലിയ ബുദ്ധിമുട്ടാണ്. ഈ മാലിന്യം നേരെ ഒഴുകിയെത്തുന്നത് ഭാരതപ്പുഴയിലാണ്. പരാതി പറഞ്ഞിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറഞ്ഞു. നമ്മൾ ഓട്ടോ സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിന്റെ പടിഞ്ഞാറ് വശത്ത് നമ്മുടെ ഓട്ടോ സ്റ്റാൻഡിന്റെ തൊട്ട് ബിൽഡിംഗിൽ നിന്ന് വരുന്ന വേസ്റ്റ് വെള്ളമാണ് ഈ കാണുന്നത്. നമ്മൾ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലൊക്കെ നമ്മൾ 2-3 തവണ അതിന് പറഞ്ഞ് ആരോഗ്യവകുപ്പ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് പോയതാണ്. പക്ഷെ അത് വീണ്ടും ആവർത്തിക്കുന്നതുകൊണ്ട് പേരിലാണ് നമ്മളത് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. കാരണം ഇത് പുഴയിലേക്കാണ് ഇപ്പോൾ ഈ കാണുന്ന വേസ്റ്റ് വെള്ളം ഒഴുകി പോകുന്നത്. ഇത് എന്ത് വേസ്റ്റ് വെള്ളമാണ് നമുക്കറിയാം. പക്ഷെ ഭയങ്കര മണവും ഇവിടെ നിൽക്കാനും പറ്റാത്തൊരവസ്ഥയാണ്. ഇവിടെ ജോലി ചെയ്യാൻ നമുക്ക് പറ്റില്ല. കാരണം വണ്ടി ഫുള്ളായി കഴിഞ്ഞാൽ ഗ്രൗണ്ടിൽ കയറ്റിയിടാനോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ജോലി ചെയ്യാനോ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇത് അധികാരികളുടെ ഇടയിൽ എത്തിപ്പെട്ടിട്ട് അത് വേണ്ട നടപടി ഉടനെ ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ ഡ്രൈവർമാർക്ക് ഇതിൽ പറയാനുള്ളത്. ഭാരതപ്പുഴയിൽ മലിനജലം കലരുന്നത് ഏറെ ഗൗരവമാണ്. മാത്രമല്ല രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടെന്നും പരാതിയുണ്ട്. Time Kids Preschool, Mannannur Road, വാണിയംകുളം. .view News. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.